അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അഥാ 12-ോऽധ്യായ. വ്യാസ ഉവാച തം ദൃഷ്ട്വാ തു വധം ഘോരം ചുക്രോധ ഭഗവാൻ ഭൃഗു വേപമാനോതി ദുഃഖാർത്ത പ്രോവാച മധുസൂദനം. ഭൃഗുരുവാച അകൃതം തേ കൃതം വിഷ്ണോ ജാനൻ പാപം മഹാമതേ. വധോയം വിപ്രജാതായാ മനസാ കർത്തുമക്ഷമ. ആഖ്യാതസ്ത്വം സത്വഗുണ സ്മൃതോ ബ്രഹ്മാ ച രാജസ. തഥാസൗ താമസഃ ശംഭുർ വിപരീതം കഥം സ്മൃതം. താമസസ്ത്വം കഥം ജാത കൃതം കർമാതിനിന്ദിതം. അവധ്യ സ്ത്രീ ത്വയാ വിഷ്ണോ ഹതാ കസ്മാന്നിരാഗസ. ശപാമി ത്വാം ദുരാചാരം കിമന്യൽ പ്രകരോമി തേ. വിധുരോഹം കൃതപാപ ത്വയാഹം ശക്രകാരണാൽ. ന ശപേഹം തഥാ ശക്രം ശപേ ത്വാം മധുസൂദന. സദാ ഛലപരോസി ത്വം കീടയോ നിർദുരാശയ. യേ ച ത്വാം സാത്വികം പ്രാഹുസ്തേ മൂർഖാമുനയ കില. താമസസ്ത്വം ദുരാചാര പ്രത്യക്ഷം മേ ജനാർദ്ദന. അവതാരാ മൃത്യുലോകേ സന്തു മച്ഛാപസംഭവ. പ്രായോ ഗർഭഭവം ദുഃഖം ഭുങ്ക്ഷ്വ പാപാജ്ജനാർദ്ദന. വ്യാസ ഉവാച തതസ്തേനാഥ ശാപേന നഷ്ടേ ധർമ്മേ പുനഃ പുനഃ
ലോകസ്യ ച ഹിതാർത്ഥായ ജായത്തെ മാനുഷേഷ്വിഹ. രാജോവാച ഭൃഗുഭാര്യാ ഹതാ തത്ര ചക്രേണാമിത തേജസാ ഗാർഹസ്ഥ്യം ച പുനസ്തസ്യ കഥം ജാതം മഹാത്മന. വ്യാസ ഉവാച ഇതി ശബ്ദ്വാ ഹരിം രോഷാത്തദാദായ ശിരസ്ത്വരൻ കായേ സംയോജ്യ തരസാ ഭൃഗു പ്രോവാച കാര്യവിൽ. അദ്യ ത്വാം വിഷ്ണുനാ ദേവീ ഹതാം സഞ്ജീവയാമ്യഹം യദി കൃഷ്ണോ മയാ ധർമ്മോ ജ്ഞായത്തെ ചരിതോപി വാ തേന സത്യേന ജീവേത യദി സത്യം ബ്രവീമ്യഹം പശ്യന്തു ദേവതാ സർവാ മമ തേജോബലം മഹൽ. അദ്ഭിസ്താം പ്രോക്ഷ്യ ശീതാഭിർ ജീവയാമി തപോബലാൽ സത്യം ശൗചം തഥാ വേദ യദി മേ തപസോ ബലം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മീ നമഃ. ശ്രീ മഹാകാള്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, അതിഘോരമാം സ്ത്രീവധം കണ്ടു ഭൃഗു കോപിഷ്ടനായി ദുഃഖിതനായി വിഷ്ണുവിനോടായി പറഞ്ഞു. ഭൃഗു പറഞ്ഞു, ബുദ്ധിമാനാം വിഷ്ണു ഭവൻ അറിഞ്ഞിട്ടും പാപം ചെയ്തു മനസ്സുകൊണ്ടുപോലുമി വധം പാടില്ല. സത്വഗുണപ്രധാനിനി ബ്രഹ്മൻ രജോ ഗുണമുള്ളോർ ശംഭൂതമോ ഗുണം ഇപ്പോൾ വിപരീതമോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തമോ ഗുണമായതെന്തേ നിന്ദിതമാം കർമ്മം ചെയ്തു സ്ത്രീവധം നിഷിദ്ധമല്ലേ അനഘയവൾ. ദുരാചാരനായ നിന്നെ ശപിക്കാതെ വഴിയില്ല. ഇന്ദ്രനായി നീയും എന്നെ വിഭാര്യനാക്കി. ഇന്ദ്രനെ ഞാൻ ശപിക്കില്ല, അങ്ങയെ ഞാൻ ശപിക്കുന്നു. പഞ്ചകന്നി കീടജന്മം കൊണ്ട ദുർബുദ്ധി. അങ്ങയെ സാത്വികനായി കാണുന്നവർ വിഡ്ഢികൾ താൻ. അങ്ങു താമസനാണെന്നു അറിയുന്നു ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനാർദ്ദന ശപിക്കുന്നു പലവട്ടം ജന്മത്തിനായി. പാപത്താലെ ഗർഭദുഃഖവും ഉണ്ടായിടും. വ്യാസം പറഞ്ഞു, ഭൃഗുവിന്റെ ശാപത്താലെ ധർമ്മത്തിനെ സംരക്ഷിക്കാൻ ഭഗവാനോ പല പല ജന്മമെടുക്കും. രാജാവ് പറഞ്ഞു,
തേജസ്സേറും ചക്രത്താലെ ഭാര്യ മരിച്ചതിൻ ശേഷം തപസ്വിയാം ഭൃഗുവിൻ ജീവിതമെങ്ങിനെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ശാപത്തിനു ശേഷം ഭൃഗു പത്നിയുടെ ശിരസിനെ ശരീരമായി ചേർത്തു വെച്ചു. ഏവം പറഞ്ഞു, വിഷ്ണു കൊന്ന നിന്നെ ഞാനും ജീവിപ്പിക്കാം. സകലമ ധർമ്മങ്ങളെ അറിഞ്ഞിടുന്നവനാണെങ്കിൽ അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സത്യമാണു എന്റെ വാണി, എങ്കിലിവൾ ജീവിക്കട്ടെ. സത്യമാണു എന്റെ വാണി, എങ്കിലിവൾ ജീവിക്കട്ടെ. ദേവതകൾ മമ തപോബലം കാണട്ടെ. സത്യശൗച വേദാദികൾ എൻ തപസ്സിൻ ശക്തിയെങ്കിൽ തപോബലം കൊണ്ടിവളെ ജീവിപ്പിച്ചിടാം. തപോബലം കൊണ്ടിവളെ ജീവിപ്പിച്ചിടാം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം, മഹാകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 364 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായമാണ്. അതിലെ 14 ശ്ലോകങ്ങളാണ് ഇന്ന് വിചാരം ചെയ്യുന്നത്. ജയന്തി ചെയ്യുന്ന ശുക്രപരിചരണം എന്നാണ് ഇതിന് പേര്. അവിടെ ശുക്രാചാര്യരുടെ അമ്മയെ വിഷ്ണു സുദർശന ചക്രം കൊണ്ട് നിഗ്രഹിച്ചു, ദേവന്മാരെ രക്ഷിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ 11-ാമത്തെ അധ്യായം സമർപ്പിച്ചത്. വേദവ്യാസൻ പറയുന്നു, തം ദൃഷ്ട്വാതു വധം ഘോരം ചുക്രോധ ഭഗവാൻ ഭൃഗു വേപമാനോതി ദുഃഖാർത്ത പ്രോവാച മധുസൂദനം.
അതിഘോരമായിരിക്കുന്ന ആ സ്ത്രീവധം കണ്ട ഭൃഗു ക്രുദ്ധനായി തീർന്നു, ദുഃഖിതനായി തീർന്നു. അദ്ദേഹം വിറച്ചുകൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണുവിനോട് ഭൃഗു എന്താ പറഞ്ഞത്? അകൃതം തേ കൃതം വിഷ്ണു ജാനൻ പാപം മഹാമതേ. മഹാമതിയായിരിക്കുന്ന വലിയ ബുദ്ധിയുള്ള വിഷ്ണു, അങ്ങ് പാപത്തെക്കുറിച്ച് അറിയാവുന്ന ആളാണ്. അങ്ങ് ചെയ്യരുതാത്തതാണ് ചെയ്തത്. വധോയം വിപ്രജാതായ മനസാ കർത്തുമക്ഷമ. മനസ്സുകൊണ്ടുപോലും ചെയ്യാൻ യോഗ്യമല്ലാത്തതാണ് അങ്ങ് ചെയ്ത ഈ ബ്രാഹ്മണ സ്ത്രീയുടെ വധം. ആഖ്യാതസ്ത്വം സത്വഗുണ സ്മൃതോ ബ്രഹ്മാച രാജസ തഥാസൗ താമസ ശംഭുർ വിപരീതം കഥം സ്മൃതം. അങ്ങ് സത്വഗുണപ്രധാനിയാണ് എന്നല്ലേ പറയണത്? ബ്രഹ്മാവ് രജോ ഗുണപ്രധാനിയാണ്. തഥാസൗ താമസ ശംഭുർ, ശംഭു തമോ ഗുണപ്രധാനിയാണ്. അത് എങ്ങനെയാണ് ഇപ്പൊ വിപരീതമാണത്? സത്വഗുണപ്രധാനിയായിട്ടുള്ള ഒരാൾക്ക് ക്ഷമയാണ് വളരെ പ്രധാനമായിട്ടുള്ളത്, അതുണ്ടായില്ല. താമസസ്ത്വം കഥം ജാത കൃതം കർമാതി നിന്ദിതം. അങ്ങ് എങ്ങനെ തമോ ഗുണപ്രധാനിയായി അതിനിന്ദിതമായിട്ടുള്ള ഈ കർമ്മം ചെയ്തു? അങ്ങ് സ്ത്രീയെ വധിക്കാൻ പാടില്ലാത്ത ആളാണ്. എന്നിട്ടും അവിടെ അവധ്യാസ്ത്രീ ത്വയാ വിഷ്ണോ ഹത കസ്മാൻ നിരാഗസ. നിഷ്പാപയായിരിക്കുന്ന ആ സ്ത്രീയെ വിഷ്ണു നിങ്ങൾ എന്തിനാണ് കൊന്നത്? ശപാമി ത്വാം ദുരാചാരം കിമന്യൽ പ്രകരോമി തേ വിധുരോഹം കൃതപാപ ത്വയാഹം ശക്രകാരണാൽ. ദുരാചാരനായ അങ്ങയെ ശപിക്കാതെ ഞാൻ എന്തു ചെയ്യും? വിധുരോഹം കൃതപാപ, അങ്ങ് എന്നെ ശക്രനു വേണ്ടി ഭാര്യാവിരഹിതനാക്കി മാറ്റിയിരിക്കണു, എന്നെ വിധുരനാക്കി മാറ്റിയിരിക്കണു. അപ്പോ ന ശപേഹം, ഞാൻ വിഷ്ണുവിനെ ശപിക്കുമെങ്കിലും തഥാശക്രം ന ശപേഹം, ശക്രനെ ഞാൻ ശപിക്കണില്ല. വിഷ്ണു അങ്ങയാണ് ഞാൻ ശപിക്കുന്നത്. അങ്ങ് എപ്പോഴും വഞ്ചന ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കീടജന്മം കൊണ്ട് ദുർബുദ്ധിയാണ് അങ്ങക്കുള്ളത്. സദാ ഛലപരോസിത്വം കീടയോനിർ ദുരാശയ. അതുകൊണ്ട് യേചത്വാം സാത്വികം പ്രാഹു തേ മൂർഖാമുനയക്കില. അങ്ങ് സാത്വികനാണ് എന്ന് പറയുന്ന മുനിമാർ വിഡ്ഢികളാണ്, മൂർഖന്മാരാണ്, സംശയമില്ല. താമസസ്ത്വം ദുരാചാര പ്രത്യക്ഷം മേ ജനാർദ്ദന. അങ്ങ് താമസപ്രകൃതിയായ ദുരാചാരനാണ് എന്ന് എനിക്ക് നേരിട്ട് ഇപ്പോ അറിയാൻ സാധിച്ചു. അവതാര മൃത്യുലോകേ സന്തു മച്ഛാപസംഭവാ പ്രായോ ഗർഭഭവം ദുഃഖം ഭുങ്ക്ഷ്വ പാപാ ജനാർദ്ദന. ഞാനിത് അങ്ങയെ ശപിക്കുന്നു. ജനാർദ്ദന, അനേകം പ്രാവശ്യം അങ്ങക്ക് ഭൂമിയിൽ ജനിക്കാൻ ഇടവരട്ടെ, പാപം കൊണ്ട് ഗർഭദുഃഖം അനുഭവിക്കാൻ ഇടവരട്ടെ, ഹേ ജനാർദ്ദന. വ്യാസം പറയാണ്, തതസ്തേനാഥ ശാപേന നഷ്ടേ ധർമ്മേ പുനഃ പുനഃ ലോകസ്യ ച ഹിതാർത്ഥായ ജായത്തെ മനുഷേഷ്വിഹ. അങ്ങനെ ആ ഭൃഗുവിന്റെ ശാപം കൊണ്ട് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, എപ്പോഴാണോ ധർമ്മം നഷ്ടമാവുന്നത്, ലോകഹിതത്തിനു വേണ്ടി മനുഷ്യലോകത്തിൽ വിഷ്ണു വീണ്ടും വീണ്ടും ജനിക്കുന്നു. രാജാവ് ജനമേജയൻ ചോദിച്ചു, ഭൃഗുഭാര്യ ഹതാതത്ര ചക്രേണ അമിത തേജസ ഗാർഹസ്ഥ്യം ച പുനസ്തസ്യ കഥം ജാതം മഹാത്മന. അപ്പോ അത്യന്തം തേജോമയമായിരിക്കുന്ന ചക്രേണ അമിത തേജസ, അമിത തേജസ്സായ ചക്രം കൊണ്ട് ഭാര്യ കൊല്ലപ്പെട്ടപ്പോ മഹാത്മാവായ ഭൃഗുവിന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം പിന്നെ എങ്ങനെയായിരുന്നു? വേദവ്യാസൻ തുടർന്നു പറഞ്ഞു, ഇതി ശബ്ദ്വാഹരിം രോഷാ തദാദായ ശിരസ്ത്വരൻ. ഇങ്ങനെ കോപത്തോടുകൂടി വിഷ്ണുവിനെ ശപിച്ചു. വളരെ വേഗം
കായേ സംയോജ്യ തരസാ ഭൃഗു പ്രോവാച കാര്യവിൽ. തൻ്റെ പത്നിയുടെ ശിരസ്സെടുത്ത് ശരീരത്തോട് യോജിപ്പിച്ചു വെച്ചു കാര്യജ്ഞനായ ആ ഭൃഗു. എന്നിട്ട് പ്രോവാച, ഭൃഗു പറഞ്ഞു, അദ്യത്വാം വിഷ്ണുനാ ദേവി ഹതാം സഞ്ജീവയാമ്യഹം യദി കൃഷ്ണോ മയാ ധർമ്മോ ജ്ഞായത്തെ ചരിതോപി വാ. വിഷ്ണു സംഹരിച്ച നിന്നെ ഞാനിതാ ജീവിപ്പിക്കാം. ഞാൻ എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ആളാണ്, അതേപോലെ ആചരിക്കുന്നവനുമാണ്. എങ്കിൽ തേന സത്യേന ജീവേത, ആ സത്യം കൊണ്ട്, ഞാൻ സത്യമാണ് പറയുന്നത് എങ്കിൽ തേന സത്യേന, ആ സത്യം കൊണ്ട്, ജീവേത യതി സത്യം ബ്രവീമ്യഹം, എൻ്റെ ഭാര്യ ജീവനുള്ളവളായിട്ട് തീരട്ടെ. പശ്യന്തു ദേവതാ സർവ മമ തേജോബലം മഹൽ, എല്ലാ ദേവതകളും എൻ്റെ ഈ മഹത്തായ തപോബലത്തെ, തേജോബലത്തെ കാണൂ എന്ന് പറയുന്നു. അദ്ഭിസ്ത്വാം പ്രോക്ഷ്യശീതാഭിർ ജീവയാമി തപോബലാൽ. ഞാൻ ദാ സത്യം ശൗചം തഥാ വേദ യതിമേ തപസോബലം, സത്യവും അതേപോലെ ശൗചം ശുദ്ധിയും അതുപോലെ തന്നെ വേദവുമാണ് എൻ്റെ തപസ്സിൻ്റെ ശക്തിയെങ്കിൽ തണുത്ത വെള്ളം തളിച്ച് ഞാൻ ഇവളെ ജീവിപ്പിക്കും. ശീതാഭിർ ജീവയാമി, ഞാൻ ഇവളെ ജീവിപ്പിക്കും എന്ന് പറയുന്നു അവിടെ ഭൃഗു. ഇപ്പോൾ ഭൃഗുവിൻ്റെ പത്നിയാണ് ഈ ശുക്രാചാര്യരുടെ അമ്മ. ശുക്രാചാര്യർക്കും അറിയാം അല്ലേ മൃതസഞ്ജീവിനി വിദ്യ. ഇവിടെ വളരെ തപസ്വിയായിരിക്കുന്ന ഭൃഗു ആ ശുക്രാചാര്യരുടെ മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. നാളെ എൻ്റെ അച്ഛൻ മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ ശ്രാദ്ധം കൂടിയാണ്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നാളത്തെ ആ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.